ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഹാവ് എ നൈസ് ഡേ ആകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ വീണ്ടും ഹെയർ ഗ്രോത്തിനെ കുറിച്ച് തന്നെയാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരാത്തവരും അതുപോലെ തന്നെ ഒത്തിരി പേര് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ ചേർത്തിട്ടാണ് അത് പൊടിക്കുന്നതെന്നുള്ളത് ഞാൻ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് സമയമില്ലാത്ത കാരണമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം നമ്മളുടെ കൈകളിൽ ഉണ്ടാവില്ലല്ലോ, വേറെ സ്ഥലത്താണ് പൊടിക്കുന്നത്. അപ്പം ഞാൻ റിയലായിട്ട് തന്നെ ഈ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ പ്രൊഡക്റ്റ് ഒത്തിരി പേര് വാങ്ങിച്ചവരും വാങ്ങിക്കാത്തവരും ഒക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെൻസിനാണ് പ്രത്യേകിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെൻസിനും ഇത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരും കേട്ടോ. കുറേ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് മുടി വളരും, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ എൻ്റെ ഹെയർ ഗ്രോത്തിന് ഞാൻ മുടി നരയ്ക്കാത്തതിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ മുടി കൊഴിച്ചലിനും ഒക്കെ ഞാൻ ഈ എൻ്റെ ഹെയർ പാക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം, പാരച്യൂട്ട് എണ്ണയില്ലേ, അത് ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ പോകരുത്. ഒരുപാട് പേർക്ക് ഇത് ചോദിച്ചതിൻ്റെ മറുപടിയാണ് കേട്ടോ. അപ്പോൾ ഈ പാരച്യൂട്ടില്ലേ, നമ്മളുടെ ചെറിയ പാരച്യൂട്ടിൻ്റെ, അതാണ് ഞാൻ ജനിച്ചപ്പം മുതൽ യൂസ് ചെയ്യുന്നത്. അത് ഹെയർ ഓയിൽ നിന്നും എഴുതിയിരിക്കും. ചിലവർ ചെറുതായിട്ട് വാങ്ങിച്ചിട്ട് കുക്കിങ്ങിനൊക്കെ അത്യാവശ്യം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തരാം. അതുപോലെ തലയിൽ ആ വെളിച്ചെണ്ണയും, പിന്നെ പണ്ട് മുതൽ കേട്ടോ, ഹെയർ പാക്കൊക്കെ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എൻ്റെ ശരിക്കുള്ള രഹസ്യം കേട്ടോ, മുടി കൊഴിച്ചിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ആ പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിൽ പോലത്തെ എണ്ണയും കുളിക്കുമ്പോൾ ഞാൻ 1 മണിക്കൂറൊക്കെ തേച്ചിരിക്കും പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം ആഴ്ചയിലൊരിക്കലൊക്കെ തേക്കുള്ളൂ. നമ്മൾ എപ്പോഴും പണ്ട് മൂലേ ഒരു ഏജ് മൂലേ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് വരെ എത്തിക്കാൻ പറ്റും. അത് സാരമില്ല. നിങ്ങൾ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി തുടങ്ങിയാലും മതി, കുഴപ്പമില്ല. അപ്പം 30 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഒത്തിരി ഈ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പം മുടി കൊഴിച്ചൽ അങ്ങനെ ഇങ്ങനെ ഒത്തിരി നര അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം മസ്റ്റായിട്ടും ഈ എണ്ണ നിങ്ങൾ ഉപയോഗിക്കുക. വേറെ എണ്ണയൊക്കെ നിങ്ങൾ എന്ത് തരം മരുന്നുകളുടെ എണ്ണ ഉപയോഗിച്ചാലും ഈ പ്യുവർ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഇത് വേറെ തന്നെയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയിൽ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് അത് വേറെ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും സോപ്പാണ് കേട്ടോ. പണ്ട് മുതൽ ഞാൻ ഷാമ്പൂ ഒന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും ഫോറിൻ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ സോപ്പ് തന്നെയാണ് 10-30 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. തലയിൽ ഇന്നും കൂടി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, തലയിൽ സോപ്പ് ഉപയോഗിക്കാവുമെന്ന്. ഈ ഒരു സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയുന്നത്, ഈ ഒരൊറ്റ സോപ്പ് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പാണ്. ഈ ഒരു സോപ്പ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷാമ്പു വേണ്ട, തലയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുഖത്ത്, ബോഡിയിൽ മൊത്തം ഈ ഒരൊറ്റ സോപ്പ് മതി കേട്ടോ. നിങ്ങൾക്ക് 1 മാസത്തേക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരും ഈ ഒരു സോപ്പ് കേട്ടോ, ഒരാൾക്ക്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ രഹസ്യം. ഇതിലും മുടി കൊഴിച്ചലും ഇതിലും മാറും. മുടി കൊഴിച്ചലും താരനുണ്ടെങ്കിൽ പോകും, പേനുണ്ടെങ്കിൽ പോകും. ചിലവർ പേനൊക്കെ പോയി പുറത്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്കറിയില്ല, പറഞ്ഞവരാണ് കേട്ടോ. അത് കളിയാക്കിയൊന്നുമില്ല, സത്യസന്ധമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഹെയർ പാക്കും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പാരച്യൂട്ടിൻ്റെ എണ്ണയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്നതാണ്. അതായത് ബോട്ടിലൊക്കെ കളഞ്ഞു ഞാനിതാ, ഇത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നോന്നറിയില്ല. ഈ എണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ചെറിയ കുട്ടികൾ മുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ തലയിൽ തേക്കുകയോ എണ്ണ കാച്ചുകയോ ഒക്കെ ചെയ്യാം. പിന്നെ രണ്ടാമത്തത് ഇതാണ് ഞാൻ ഹെയർ പാക്കിൽ ഉപയോഗിക്കുന്ന കറുവേപ്പില ഉണ്ടോ, കറുവേപ്പില. പിന്നെ വന്നിട്ട് ബീട്രൂട്ട് ഉണ്ടോ, ബീട്രൂട്ടിൻ്റെ പൊടിയാണ് ഇത്. ഉണക്കി ഡ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒറിജിനൽ ബീട്രൂട്ടാണ്. ഇതൊക്കെയാണ് ഹെയർ പാക്കിൽ ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ താരം, നീലയമരി പറയും കേട്ടോ. ഇല നീലയമരിയുടെ ചെടി കാണിച്ചു തരാം. ഇതാണ്
ഉണ്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഇതൊക്കെയാണ്. പിന്നെ ഹെന്ന മൈലാഞ്ചി ഇല ഉണ്ടല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കരുത്, ഉമ്മിക്കരി ഉണ്ടല്ലോ, ഉമ്മിക്കരി ഞാൻ എടുക്കാൻ മറന്നുപോയി, അവിടെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ എടുക്കണം വിചാരിച്ച് മറന്നുപോയി. നമ്മൾ പല്ല് തേക്കുന്ന ഉമ്മി കരിച്ചിട്ടുള്ള, അതായത് നെല്ലിൻ്റെ ഉമ്മിയില്ലേ, ആ ഉമ്മി കരിച്ചിട്ടുള്ള ഉമ്മിക്കരിയാണ് കേട്ടോ. അത് കുറച്ച് അതൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പനിക്കുർക്കയുടെ ഇല, അങ്ങനെ ഒത്തിരി പേര് പിന്നെയും ചോദിച്ചുകൊണ്ടാണ് ഇതിലെ ചേരുവകൾ എന്താണ് പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യവും. അപ്പോൾ ഫോട്ടോയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് നിങ്ങൾ എന്താണ്, അയ്യോ സോറി എന്തൊക്കെയോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ, മെയിനായിട്ട്. ഇതാ കറുവേപ്പില അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചേർന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ പൊടിയാണ് ഇത്, പൊടിച്ച പൊടിയാണിത് കേട്ടോ. വേണ്ട ഉണ്ടോ, നിങ്ങൾ വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഞാൻ ഒരു സ്ഥലത്ത് പെട്ടെന്ന് അർജൻറ്റായിട്ട് പോണത് കൊണ്ട് പലതും ടേബിളിൽ എടുത്ത് വയ്ക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് ഒറിജിനലായിട്ട് ബീറ്റ്റൂട്ട് എടുക്കുക പറഞ്ഞാൽ അത് പകുതിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തന്നെ. പിന്നെ ആ എണ്ണ തന്നെയാണ് ഞാൻ അന്ന് ഇതിൽ കാണിച്ചത് കേട്ടോ. അയ്യോ സോറി, താഴെയൊക്കെ വീണു കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നതാണ്, താഴെ വീണു, സോറി, സാരില്ല. ഇപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ കയ്യിലൊക്കെ എണ്ണയായി. ശരി, അത് വെച്ചിട്ട് തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ആകെ ഹറിബറിയായി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ഇതിൽ ഇത്രയും വർഷം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ പലവരും കാണിച്ചു തരില്ല പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഇട്ടത്. ഇത് നിങ്ങളുടെ മുടിയുടെ ഗ്രോത്തിനും, മുടി പെട്ടെന്നൊക്കെ വളരും കേട്ടോ. മുടി കൊഴിച്ചിൽ അപ്പം തന്നെ മാറും, മുടിയൊക്കെ വളരും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങുക. ഈ ഹെയർ പാക്ക് മിസ്സായവർ ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ ഒരു വിഷമം കൂടി പറയാട്ടോ, എൻ്റെ 1000 കസ്റ്റമറിൽ ഒരു കസ്റ്റമറാണ് ഇന്നലെ കേട്ടോ ഒരു 50 ഗ്രാമിൻ്റെ ഒരിതും 50 ഗ്രാമും വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ പാഴ്സൽ ഉള്ള ദിവസം കുഴപ്പമില്ല, 100 രൂപയ്ക്കൊക്കെ പോയി പോസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ 100 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് പെട്രോൾ അടിച്ചിട്ട് 100 രൂപ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കാനായിട്ട് പാടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യും, 250 രൂപയുടെ എൻ്റെ സജഷനിൽ ഞാൻ ഓരോന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് പോയിട്ട് പോസ്റ്റ് അയച്ചു തരാ പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ച് 500 ഗ്രാം ഹെയർ പാക്കും 200 ഗ്രാമാണ്, 200 രൂപയ്ക്ക് 200 ഗ്രാമാണോ രൂപയാണോ എന്നറിയില്ല, ഹെയർ ഡൈ എന്ന് പറഞ്ഞിട്ട് അയച്ചു. അങ്ങനെ ഇതുവരെ ആരും അയച്ചിട്ടില്ല കേട്ടോ. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഓർക്കുന്നുമില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അങ്ങനെ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ടതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പിന്നെ തെറ്റി എഴുതിയ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ഒരു അലോവേറ സോപ്പ് 50 രൂപയുടെ എല്ലാം വാങ്ങിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വാങ്ങാലോ പറഞ്ഞിട്ട് തിരിച്ച് വോയിസ് മെസ്സേജ് ഇട്ടു. അതിന് ശേഷം പിറ്റേ ദിവസം വരെ ഒരു മെസ്സേജും ഇല്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ആണെന്ന്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫോൺ ചെയ്തപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ അവർ എടുത്തില്ല. വീഡിയോ കോളല്ല, വീഡിയോ ഇതിൽ കോള്, അപ്പോൾ അതിലെടുത്തില്ല. എന്നിട്ട് മറ്റേ കോളിൽ തന്നെ ചെയ്തപ്പോൾ അവർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ക്യാൻസൽ പറഞ്ഞു. അപ്പോൾ എന്താണ് ചോദിക്കുമ്പോഴേക്കും അവർ കട്ട് ചെയ്തു. പക്ഷേ അത് എനിക്ക് ഭയങ്കര വിഷമമായി. നിങ്ങൾ അതിന് മറുപടി പറയണം കേട്ടോ. ഞാൻ ഒരു കസ്റ്റമറോട്, നമ്മൾ തമ്മിൽ കസ്റ്റമേഴ്സ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അല്ലേ, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വാങ്ങിക്കുന്നത്. നിങ്ങൾ 100-150 രൂപ ചോദിച്ചാൽ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങി നോക്കൂ എന്നല്ലേ ഞാൻ പറയാറ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അത് ഭയങ്കര വിഷമമായി എനിക്ക്. എത്രയോ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാർട്ടി ക്യാൻസൽ ചെയ്ത് പോയിട്ടേ ഇല്ല. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം എന്നല്ല, എൻ്റെ നിന്ന് ഇങ്ങനെ മിസ്സായി പോകുന്നത് ഇങ്ങനെ ഒരു വേണ്ടാത്ത രീതിയിൽ എന്തോ അവർക്ക് ബാധിച്ചു എന്നുള്ള രീതി, ഇത്ര മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിന് നിങ്ങൾ തന്നെ എനിക്ക് മറുപടി തരണം കേട്ടോ. എൻ്റെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ടോ അതോ അവർ ദേഷ്യം വന്നിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടി വീഡിയോ ലെങ്തായി, അപ്പോൾ സാരമില്ല,
നിങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇന്ന് വീഡിയോ ഇടാൻ കാരണം. ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഇത് ഞാൻ എടുത്തെടുത്ത് പറയാം. 15 വയസ്സ് മുതലുള്ള, അതിന് താഴെയും ഇടാം. 15 വയസ്സ് മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുടി നരച്ചിരിക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് തലേദിവസം രാത്രി വെറും പച്ചവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ എണ്ണ കാച്ചിയിട്ടോ എണ്ണയിൽ കലർത്തിയിട്ടോ തേച്ചോ ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ നരയൊക്കെ തടയും കേട്ടോ ഇത് കേട്ടോ. നിങ്ങൾക്ക് നീലാംബരിയെക്കുറിച്ച് അടിച്ചു നോക്കിയാലേ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങൾ വരുമ്പോഴും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും എന്നോട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് ബിഗ് താങ്ക്സ്.